Hi all, welcome to our EVS class. Today we are discussing about our first chapter, Organisms and Surroundings. എന്താണ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ലിവ് ഇൻ അവർ സറൗണ്ടിങ്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് ഓർഗാനിസംസിനെ കുറിച്ചും അവർ താമസിക്കുന്ന സറൗണ്ടിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. എന്താണ് ഫസ്റ്റ് ഒരു ഒബ്സർവേഷൻ നോട്ട് കാണുന്നുണ്ട് അല്ലേ, നമുക്ക് വായിച്ചു നോക്കാം. Today, we have selected a water lily pond for environmental observation. We traveled along the edge of the paddy field and reached the bank of the pond. From the shade of a tree on the bank, we observed the pond. The water was crystal clear. Water lilies were full bloom. We are noticed various aquatic plants, mosses and fallen leaves on the water. Grasses, vines and shrubs we are growing along the bank of the pond. എന്താ പറയുന്നത്, അവർ പരിസര നിരീക്ഷണത്തിലെ എൻവയോൺമെൻറ്റൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട് എന്താണ് തിരഞ്ഞെടുത്തത്? ഒരു ആമ്പൽക്കുളമാണ്, വാട്ടർ ലില്ലി പോണ്ടാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് അവരെന്തെയാണ്, പാടി ഫീൽഡിൻ്റെ അരികിലൂടെ പോയിട്ട് ആ കുളത്തിലെത്തുകയാണ്. ആ കുളത്തിലുള്ള വെള്ളം എങ്ങനെയാണ്? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അല്ലേ. കുളക്കരയിലുള്ള ഒരു മരത്തിലിരുന്നായിരുന്നു അവർ ഒബ്സർവേഷൻ ചെയ്തിരുന്നത്. പിന്നെയാണ് എന്താണ്, കുളത്തിൽ ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നുണ്ടല്ലേ, ആമ്പലുകൾ വാട്ടർ ലില്ലി ബ്ലൂം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അവിടെ എന്താണ് അക്വാറ്റിക് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, ജലസസ്യങ്ങളുണ്ട്. പിന്നെന്താണ് പുല്ലുകൾ, പിന്നെന്താണ് കുറ്റിച്ചെടികളും വള്ളികളൊക്കെ ഉണ്ട് അല്ലേ, ഗ്രാസ്, മോസ്, അതുപോലെ ഷ്രബ്സ്, വൈൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ അതിനെ ചുറ്റിപ്പറ്റിയിട്ട്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. There were birds, squirrels, chameleons, spiders, ants and other small organisms on the jamun navel tree near the pond. അല്ലേ, എന്താ പറയുന്നത്, കുളത്തിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു ജാമുൻ ട്രീ, നാവൽ മരം ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയുണ്ട്, ബേഡ്സ്, സ്ക്യൂറൽസ്, കാമിലിയോൺസ് അല്ലേ, മരയോന്ത്, ചിലന്തി, സ്പൈഡർ, ഉറുമ്പുകൾ, പിന്നെ അതുപോലുള്ള മറ്റ് ചെറിയ സൂക്ഷ്മജീവികളൊക്കെ പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. There was plenty of ഫിഷ് ഇൻ ദ പോണ്ട്. എന്താ പറയുന്നത്, കുളത്തിൽ നിറച്ച് മീനുകൾ ഉണ്ടായിരുന്നു. ദേ ഒക്കേഷണലി കെയിം ടു ദ സർഫേസ് ആൻഡ് ഓപ്പൺ ദെയർ മൗത്ത്. എന്നിട്ട് അവരെന്ത് തന്നെ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് അവരുടെ വായ ഇങ്ങനെ തുറന്നു വെക്കുന്നുണ്ട് അല്ലേ. എന്തിനാണത്? അവർ ശ്വസിക്കുകയാണല്ലേ അത്. ഫ്രോഗ്, ടാപ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്കേഴ്സ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസംസ് വെർ ഓൾസോ ദ ഇൻഹിബിറ്റൻസ് ഓഫ് ദി വാട്ടർ ലില്ലി പോണ്ട്. എന്താണ് തവള, അതുപോലെ തവളയുടെ കുട്ടികൾ, ഞണ്ട്, ഒച്ച്, നീർക്കോലി, അതുപോലെ ജലത്തിലുള്ള അക്വാട്ടിക് ഇൻഹിബിറ്റൻസ് ഒക്കെ എന്താണ്, അവിടെ ഇൻഹിബിറ്റൻസ് ആണല്ലേ, അവിടുത്തെ ജീവികളാണല്ലേ അവർ. എവിടെയാണ്? വാട്ടർ ലില്ലി പോണ്ടിലല്ലേ. വി പ്ലേഡ് ദ ത്രോയിങ് സ്മാൾ സ്റ്റോൺസ് ഇൻ ടു ദ പോണ്ട്. അവരെന്ത് ചെയ്തു, ചെറു കല്ലുകൾ എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ക്രിയേറ്റിംഗ് റിപ്പിൾസ് അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു, ഓളങ്ങൾ ഉണ്ടാക്കിയില്ലേ. ചെറു കല്ലുകൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ ഓളങ്ങളുണ്ടാവില്ലേ. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം എൻജോയിങ് ദ കൂൾനെസ് ഓഫ് ദി പോണ്ട്. കുളത്തിൻ്റെ അരികിൽ നിന്നിട്ട് തണുപ്പിൽ നിന്നിട്ട് അവർ നേരം പോയത് അറിഞ്ഞതേയില്ല. ഡിഡ് യു സി റീഡ് റൈനാസ് ഒബ്സർവേഷൻ നോട്ട്? ഇത് ആരുടെ ഒബ്സർവേഷൻ നോട്ടാണ്? റൈനയുടെ ഒബ്സർവേഷൻ നോട്ടാണ്. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സി ഇൻ ദ പോണ്ട്? നിങ്ങൾ ഏതൊക്കെ ഓർഗാനിസംസിനെയാണ് പോണ്ടിൽ കണ്ടിട്ടുള്ളത്? ഫ്രോഗ്സ്, ടാഡ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്കേഴ്സ്, പിന്നെ അതുപോലെ അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ എന്തുണ്ടായിരുന്നു, കുളത്തിലുണ്ടായിരുന്നു അല്ലേ. ഇനി വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? ഏതൊക്കെ ജീവികളായിരുന്നു ട്രീയിലുണ്ടായിരുന്നത്? ബേഡ്സ്, സ്ക്യൂറൽസ്, കാമിലിയോൺസ്, പിന്നെ അതുപോലെ സ്പൈഡർ, ആൻഡ്, പിന്നെ അതുപോലെ സ്മാൾ ഓർഗാനിസംസ് അല്ലേ, അവരൊക്കെ ആയിരുന്നു ജാമൻ ട്രീയിൽ ഉണ്ടായിരുന്നത്. എന്താണ്, ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്? എന്താണ്, എല്ലാ ജീവികൾക്കും ജീവിക്കാൻ പ്ലേസ് വേണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് അല്ലേ, എല്ലാവർക്കും പ്ലേസ് നീഡ് ഉണ്ട് അല്ലേ, നീഡ് എ പ്ലേസ് അല്ലേ. ഓക്കെ. ഇനി ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ ആൾസോ ലിവ് ഓൺ ലാൻഡ്? എന്താ പറയുന്നത്, ജലത്തിൽ വാട്ടറിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതുപോലെ കരയിലും ജീവിക്കാൻ പറ്റുമോ? യെസ് അല്ലേ, അങ്ങനെ ലിവ് ചെയ്യുന്നല്ലേ, ബോത്ത് ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടറിൽ ജീവിക്കുന്ന അനിമൽസ് ഉണ്ട് അല്ലേ. വൈ കാൺ ഫിഷ് ലിവ് ഓൺ ലാൻഡ്? എന്താ പറയുന്നത്,
എന്തുകൊണ്ടാണ് മത്സ്യത്തിന് ലാൻഡിൽ കരയിൽ ജീവിക്കാൻ കഴിയാത്തത്? ഷെയർ യുവർ ഗസസ്. നിങ്ങളുടെ ഊഹം പറയാനാണ് പറയുന്നത്. എന്താണ് കരയിൽ മത്സ്യത്തിന് ജീവിക്കാൻ കഴിയാത്തത്? നിങ്ങൾ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മീനിനെ എടുത്തിട്ട് കരയിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പെടയൂലേ? ശ്വാസം കിട്ടാതെ പെടയും. അതിൻ്റെ കാരണമാണല്ലേ, അത് വെള്ളത്തിലാണ് ശ്വസിക്കുന്നത് അല്ലേ. ദ ഫിഷ് ടു ബ്രീത്ത് ദ എയർ പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. അതിന് വെള്ളത്തിൽ നിന്നാണ് ശ്വസിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിന് കരയിൽ ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ, നോ. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? എന്താണ് ഫിഷ് എന്താണ് ജലത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അങ്ങനെ ജലത്തിൽ ജീവിക്കാൻ മത്സ്യത്തിനെ സഹായിക്കുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോട്ട് ലൈക്ക് ഷേപ്പാണല്ലേ. ഒരു തോണിയുടെ ബോട്ടിൻ്റെ ഒരു ആകൃതിയാണ് എന്തിന്, ഫിഷിനുള്ളത് അല്ലേ. അതാണ് അതിന് വെള്ളത്തിൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റൂലേ, അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ അതിന് ഒരുപാട് ഫിൻസ് ഉണ്ടല്ലേ, ചിറകുകൾ ഉണ്ടല്ലേ. ഫിൻസ് ഹെൽപ്പ് ദം സ്വിം ഇൻ ദ വാട്ടറിലെ, അതിന് വെള്ളത്തിൽ നീന്താൻ വേണ്ടി സഹായിക്കും അല്ലേ. ലെറ്റ്സ് ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ഇവിടെ ഒരു ഫിഷിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അത് ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ഫിഷ്? ഫിഷിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദ ബോട്ട് ലൈക്ക് ഷേപ്പ് അല്ലേ. തോണിയുടെ അറ്റവുമില്ലേ എൻ്റെ എന്താണ് കൂർത്തിട്ടാണല്ലേ, അത് ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കൂ, ഹൗ ഡസ് ദിസ് ഷേപ്പ് ഹെൽപ്പ് ഫിഷ് മൂവ് ഇൻ വാട്ടർ? എന്താണ് പറയുന്നത്? ഈ ആകൃതി നമ്മുടെ ഫിഷിനെ എങ്ങനെയാണ് വാട്ടറിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്? ഇത് എന്താ പറയുന്നത്? ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിന്റഡ് എനേബിൾ ദ ഫിഷ് ടു മൂവ് ത്രൂ ദ വാട്ടർ അല്ലേ. അത് പെട്ടെന്ന് വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി പോവാൻ അതിനെ സഹായിക്കുന്നു അല്ലേ. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദി ബോട്ട്സ്. എന്താ പറയുന്നത്? ഇവിടെ രണ്ട് ബോട്ട്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പ് നോക്കൂ. ഫസ്റ്റിൻ്റെ ഷേപ്പ് എന്താണ്? ബോർഡിലേക്കില്ലേ രണ്ട് എൻഡും എന്താണ് ഷാർപ്പായിട്ട് നിൽക്കുന്നതാണ്. മറ്റേത് എന്താണ്? റൗണ്ട് ഷേപ്പിലാണ് അല്ലേ. വിച്ച് ഓഫ് ദീസ് ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ? ജലത്തിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിലേത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ. അത് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ എൻസ് എന്താണ്? ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇനി ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മത്സ്യങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്? എങ്ങനെയാണ്? ഫിഷ് മൂവ് ത്രൂ വാട്ടർ ബൈ യൂസിങ് ദെയർ സ്ട്രീം ലൈൻ ബോഡീസ് ആൻഡ് ഫിൻസ് അല്ലേ. അതിൻ്റെ നീളമുള്ള ശരീരം, അതുപോലെ എന്താണ് പിന്നെ അതിൻ്റെ ചിറകുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഹൗ ഡു ദേ ചേഞ്ച് ദെയർ ഡിറക്ഷൻ? എന്താണ് അവരുടെ ദിശ മാറ്റുന്നത് എങ്ങനെയാണ്? ദ കോഡൽ ഫിൻസ് അല്ലേ. കോഡൽ ഫിൻസ് എന്ന് പറയുന്ന അവരുടെ ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് കോഡൽ ഫിൻസ് ഹെൽപ്പ് ടു ചേഞ്ച് ദെയർ ഡിറക്ഷൻ. അവർ ഒരു ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ ദിശ മാറ്റുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? അവരുടെ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ചെതുമ്പലുകൾ, അതിൻ്റെ പുറത്തുള്ള ഒരു തൊലി, അതെങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ അല്ലേ. അവരെ സ്കെയിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ടൈറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നിരയായിട്ട് തിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്കെയിൽസാണ് അവർക്കുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്? അവരെ ശ്വസനത്തിന് സഹായിക്കുന്ന അവരുടെ ശരീരഭാഗം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അവരുടെ ഗിൽസ് ആണ് അല്ലേ. എന്താണ് ഗിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെകിളപ്പൂക്കൾ അല്ലേ. ചെകിളപ്പൂക്കളാണ് അവരെ എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ? മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ മറ്റുള്ള സവിശേഷതകൾ അല്ലേ. ജലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അതാ ഒരു ബോക്സ് തന്നിരിക്കുന്നത്, നമുക്കത് വായിച്ചു നോക്കാം. ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിൻ, അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. എന്താ പറയുന്നത്? ശരീരത്തിൻ്റെ ബോഡിയുടെ ഷേപ്പ്, അതുപോലെ ഫിൻസ് ചിറകുകൾ, ടെയിൽ ഫിൻസ് വാൽ ചിറകുകൾ,
അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് അല്ലേ, സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ചെതുമ്പലില്ലേ, അതിൻ്റെ ക്രമീകരണം, സ്ലിപ്പറി നേച്ചർ വഴുവഴുപ്പ് എന്നിവ അവയെ എന്താണ് വാട്ടറിൽ എന്താണ് മൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ബോഡി ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെ കേട്ടോ. എന്തൊക്കെയാണ്? ഷേപ്പ്, ഫിൻസ്, അതുപോലെ സ്കെയിൽസ്, സ്ലിപ്പറി നേച്ചർ, പിന്നെ അതുപോലെ ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. എന്താണ്? ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്? ഗിൽസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് അല്ലേ, ചെകിളപ്പൂക്കളുടെ ഹെൽപ്പ് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്. നൗ ലെറ്റസ് ഗെറ്റ് ടു നോ ദ ഫീച്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് ടു. എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് ഫിഷിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലായില്ലേ? അവരെ വെള്ളത്തിൽ എന്താണ് മൂവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സസ്യങ്ങളെ കൂടി പരിചയപ്പെടാം. ഓക്കെ ഫസ്റ്റ് എന്താണ്? ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്, അതൊന്ന് നിരീക്ഷിക്കാനാണ് പറയുന്നത്. കണ്ടില്ലേ? 2 പിക്ചർ കണ്ടില്ലേ? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഇതെന്താണ്? ഡിസേർട്ടിലെ മരുഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന തരം ചെടികളാണ്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദെയർ സ്റ്റെം? അവയുടെ തണ്ടുകളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇത്? മരുഭൂമിയിൽ കാണപ്പെടുന്ന ചെടിയാണല്ലേ. ഇതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? ദെയർ സ്റ്റെംസ് ആർ തിക്ക്ലേ. അവരുടെ സ്റ്റെം എന്താണ്? ഭയങ്കര തിക്കാണല്ലേ. പിന്നെ നല്ല ഗ്രീൻ കളറാണ്. പിന്നെന്താണ്? അവയ്ക്ക് ഇലകളൊന്നും ഇല്ല അല്ലേ. പിന്നെന്താണ്? ആ ഇലയ്ക്ക് ഒരു മെഴുക് മാതിരിയുള്ളൊരു ടച്ചിങ്സ് ഉണ്ട് അല്ലേ. എന്താണ്? വാക്സി കോട്ടിങ് സ്റ്റെമ്മാണല്ലേ അവരുടേത്. കാറ്റസ് പോലുള്ള ഡെസേർട്ടിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയോ, വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാന്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. മറ്റ് ചെടികളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് ചർച്ച ചെയ്ത് പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? നല്ല തിക്കായിട്ടുള്ള സ്റ്റെമ്മാണ്, പിന്നെ അതിന് ലീവ്സ് ഇല്ല, അതുപോലെ എന്താണ്? ഒരു വാക്സി കോട്ടിങ് സ്റ്റെമ്മാണ്, പിന്നെ ഇതിന് നല്ല ഡീപ്പ് റൂട്ട് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇവർ ഡിസേർട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വാട്ടർ കളക്ട് ചെയ്യാൻ, വലിച്ചെടുക്കാനൊക്കെ അബ്സോർവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ല ഡീപ്പായിട്ടുള്ള റൂട്ടായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. അതാണ് ഈ ഡിസേർട്ടിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ്, പ്ലാന്റ്സ് ഓഫ് ദി ഡിസേർട്ട്. സിറോഫൈറ്റ് അല്ലേ. മരുഭൂമിയിലെ സസ്യങ്ങൾ. ഡിസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ തോൺസ്. എന്താ പറയുന്നത്? മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് എന്താണ്? ഇല ഉണ്ടാവില്ല. ഇനി ചെറിയ ഇലകളുള്ളതോ അല്ലെങ്കിൽ അവയ്ക്ക് തോൺസ് മുള്ളുകളുള്ളതോ ആയിരിക്കും. ദെയർ സ്റ്റെംസ് ആർ തിക്ക്, ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ. എന്താണ്? അവരുടെ സ്റ്റെം ഭയങ്കര തിക്കായിരിക്കില്ലേ, കട്ടിയുള്ളതായിരിക്കും, പിന്നെ ഗ്രീൻ കളർ ഉള്ളതായിരിക്കും. ഇതിലെന്താണ്? അവർക്ക് ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ സ്റ്റെം ഹെൽപ്പ് ദം പ്രിവെന്റ് വാട്ടർ ലോസ്. അവരുടെ ഒരു സ്റ്റെമ്മിന് എന്താണ്? ഒരു വാക്സി മെഴുക് പോലുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും. അതെന്താണ്? അവരുടെ ജലനഷ്ടം അല്ലേ. ഈ മരുഭൂമിയിലാവുമ്പോൾ നല്ല വെയിലായിരിക്കില്ല, അപ്പോൾ പെട്ടെന്ന് ഉള്ള ജലനഷ്ടം കുറയ്ക്കാൻ അവയെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ദ ഡീപ്പ് റൂട്ട് ഓഫ് ദീസ് പ്ലാന്റ്സ് അബ്സോർവ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്സ്. എന്താ പറയുന്നത്? ഒരുപാട് ആഴത്തിലുള്ള വെള്ളങ്ങൾ അവയെ കളക്ട് ചെയ്യാൻ പറ്റിയ റൂട്ട്, ഡീപ്പ് റൂട്ടാണ് അവയ്ക്കുള്ളത്. സച്ച് ഡിസേർട്ട് പ്ലാന്റ്സ് ആർ നോൺ ആസ് സിറോഫൈറ്റ്സ്. എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള മരുഭൂമിയിൽ വസിക്കുന്ന ചെടികളെയാണ് സിറോഫൈറ്റ് അഥവാ മരുരൂഹങ്ങൾ എന്ന് പറയുന്നത്. ആൾ ദീസ് ഫീച്ചേഴ്സ് എനേബിൾ ദം ടു സർവൈവ് ഇൻ ഡിസേർട്ട്. ഇത്രയും മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് അവയെ മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? അഡാപ്റ്റേഷൻ അല്ലേ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലനം. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ ദെയർ specific environments. Any body features that help an organism survive its environment is called adaptation. അപ്പോൾ എന്താണ് അഡാപ്റ്റേഷൻ? പ്ലാന്റ്സിനും അനിമൽസിനും അതിൻ്റെ ബോഡി ഫീച്ചേഴ്സിലെ അതിന് ജീവിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ചുറ്റുപാടിന് അത് ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ബോഡി ഫീച്ചേഴ്സാണ്, ശാരീരിക സവിശേഷതകളാണ് ഉണ്ടാവുക. അങ്ങനെ
ഒരു ജീവിക്ക് അതിന് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് എൻവയോൺമെൻറ്റിൽ അത് ജീവിക്കുന്ന എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ബോഡി ഫീച്ചേഴ്സാണ് ഉള്ളത് എന്നിപ്പോൾ നമ്മൾ പഠിച്ചില്ലേ. ആ ബോഡി ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഓരോ പ്ലാന്റ്സിനും ആനിമൽസിനും അതിന് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടിന് അനുയോജ്യമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നെക്സ്റ്റ് പേജിൽ ഇവിടെ കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ആരൊക്കെ തമ്മിലാണ്? വാട്ടർ ലിലിയും ഫ്രോഗും തമ്മിലാണ്. അപ്പോൾ എന്താ വാട്ടർ ലിലി പറയുന്നത്? ദ ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം. എന്താ പറയുന്നത്? അവര് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണല്ലേ ചെയ്യുന്നത്. അങ്ങനെ പൊങ്ങിക്കിടക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ സ്റ്റെമ്മിലുള്ള എയർ സാക്സ് ആണ്. അവരുടെ വായു അറകൾ, തണ്ടിലുള്ള വായു അറകളാണ് അവയെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് അപ്പോൾ ഫ്രോക്ക് എന്താ പറയുന്നത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ദാറ്റ് കണക്റ്റഡ് വിത്ത് സ്കിൻ. എന്താ പറയുന്നത്? അവർ വെള്ളത്തിലൂടെ അവർക്ക് നീന്താൻ പറ്റൂലേ ഫ്രോക്സിന്. അതിന് അവരെ ഏത് ബോഡി ഫീച്ചറാണ്, അഡാപ്റ്റേഷനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഫിംഗേഴ്സ് എന്താണ് സ്കിന്നിൽ കണക്ട് ചെയ്തിട്ടാണുള്ളത്. അതിന് വെള്ളത്തിൽ നീന്താൻ പറ്റും. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലിലി ആൻഡ് ദ ഫ്രോഗ്. നിങ്ങൾ തവളയും ആമ്പലും പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇനി ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻ. അവരുടെ അഡാപ്റ്റേഷനാണ് ഇപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് അല്ലേ. വാട്ടർ ലില്ലി പറഞ്ഞു അവയ്ക്ക് എന്താണ് എയർ സാക്സ് ഉള്ളതുകൊണ്ടാണ് അവർ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ഫ്രോഗ് എന്താ പറഞ്ഞത്? എനിക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവയുടെ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ അല്ലേ. അവരുടെ സ്കിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫിംഗർ ആയതുകൊണ്ടാണ് വെള്ളത്തിൽ സ്വിം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ മറ്റുള്ള അഡാപ്റ്റേഷൻസ് എഴുതി കൊടുക്കാനാണ് ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ അഡാപ്റ്റേഷൻസ് നമുക്ക് വാട്ടർ ലില്ലിയിൽ എഴുതി കൊടുക്കാൻ പറ്റും? ആസ് ഇറ്റ് ഹാസ് എ വാക്സ് ടൈപ്പ് കവറിങ് അറൗണ്ട് ദി ലീഫ് ഡസൻറ്റ് ഡീകേ ഇൻ വാട്ടർ. എന്താണ് പറയുന്നത്? അവർക്ക് ഒരു വാക്സ് ടൈപ്പുള്ള സ്റ്റെം ഉള്ളത് കൊണ്ട് അവരുടെ ലീഫിലൊക്കെ ഒരു മെഴുകിൻ്റെ പോലുള്ള ആവരണം ഉള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഫുൾ ടൈം അവർ വെള്ളത്തിലാണല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവരെ ഇലകളൊന്നും ചീഞ്ഞു പോവത്തില്ല. പിന്നെയോ ഇറ്റ് ഹാസ് ലോങ് സ്റ്റെം ആൻഡ് ലീവ്സ്. അവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിയും കിടക്കാൻ പറ്റിയിട്ടുള്ള അവയെ സഹായിക്കുന്ന ലോങ് സ്റ്റെമ്മുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രോഗിന് എന്തെഴുതി കൊടുക്കാം? ഫ്രോഗ് ക്യാൻ ലിവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. അതെന്താണ് അങ്ങനെ എഴുതാൻ കാരണം? അവയ്ക്ക് വെള്ളത്തിലും അതുപോലെ ലാൻഡിലും, വാട്ടറിലും ലാൻഡിലും നിന്നിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അവരെ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ സ്കിന്നാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ദ സ്ലീപ്പറി ബോഡി. നല്ല വഴുവഴുപ്പുള്ള ബോഡിയാണ് അവർക്കുള്ളത്. അപ്പോൾ വെള്ളത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. വേർ ഡു യു ദീസ് ആനിമൽസ് ലീവ്? എന്താ ചോദിക്കുന്നത്? നിങ്ങളിവിടെ താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് കണ്ടില്ലേ? ഒരു 3 പിക്ചേഴ്സ് ഉണ്ട്. ആരുടെ ഇതൊക്കെയാണ്? ഗോട്ട് ഉണ്ട്, പ്രൗൺസ് ഉണ്ട്, പിന്നെ ടോർട്ടോയ്സ് ഉണ്ട് അല്ലേ. ഇവരൊക്കെ എവിടെയാണ് ലീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഗോട്ട് എവിടെയാണ്? ലിവ് ഇൻ ലാൻഡ് ആണ് അല്ലേ, കരയിലാണ് ജീവിക്കുന്നത്. പ്രോൺസോ ഇൻ വാട്ടർ. ഇനി ടോർട്ടോയ്സ് ലിവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. വെള്ളത്തിലും അതുപോലെ കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ആര്? ആമ. നെക്സ്റ്റ് റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ള മറ്റ് ജീവികളുടെ പേരെഴുതി പട്ടിക പൂർത്തീകരിക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് എഴുതേണ്ടത്? ആനിമൽസ് ലിവ് ഇൻ ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ജീവികൾ. അതുപോലെ ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ. ഇനി അതുപോലെ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, അതുപോലെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളുടെ നെയിംസ് എഴുതിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ ലാൻഡിൽ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആരൊക്കെയാണ്? എലിഫൻറ്റ്, കാറ്റ്, ഡോഗ്, സ്ക്യൂറൽ. ഓക്കെ, നെക്സ്റ്റ് ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നത് ആരൊക്കെയാണ്? ഒക്ടോപ്പസ് ഉണ്ട്, വെയിലുണ്ട്, സ്റ്റാർ ഫിഷ്, ഡോൾഫിന്, അതുപോലെ സീ ഹോഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇനി
അനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ക്രോക്കഡൈൽ മുതല അല്ലേ, ക്രാബ്, ഫ്രോഗ്, ടോർട്ടോയിസ്. അനലൈസ് ദ ഇൻഫർമേഷൻ ഇൻ ദ എബവ് ടേബിൾ. റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് തിയറി. ഇവിടെ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ നിഗമനം നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഓരോ അനിമൽസിനും ഇനിയിപ്പോൾ ലാൻഡിലാണെങ്കിൽ അതുപോലെ വാട്ടറിലാണെങ്കിൽ ലിവ് ഇൻ ബോത്ത് ആണെങ്കിലും എന്താണ് അവയ്ക്ക് അതിനനുസരിച്ചുള്ള അഡാപ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അവ അവിടെ മാത്രമായിട്ട് ജീവിക്കുന്നത്. ഓക്കെ, ആനിമൽസ് ലിവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ്. വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻസ്? അതുപോലെ എന്താണ് മരുഭൂമിയിലും അതുപോലെ മഞ്ഞ പ്രദേശങ്ങളിൽ ധ്രുവ പ്രദേശങ്ങളിൽ എന്താണ് ഒരുപാട് അനിമൽസ് ജീവിക്കുന്നുണ്ട്. അവയുടെ അഡാപ്റ്റേഷൻസ് അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ആരൊക്കെ തന്നിട്ടുള്ളത് നോക്കൂ. പിക്ചറിൽ ഒരു ക്യാമലും ഉണ്ട്, പിന്നെന്താണ് പെൻഗിനും ഉണ്ട് അല്ലേ. അവരെന്താ പറയുന്നത്? ക്യാമൽ എന്താ പറയുന്നത് നോക്കിയാലോ. ദ ഫാറ്റ് ഇൻ അവർ ഹം ഹെൽപ്സ് അസ് ടു സർവൈവ് ഇൻ ദ ഡിസേർട്ട് ഫോർ ഡേയ്സ് വിതൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. എന്താ പറയുന്നത്? അവരുടെ മുകളിലുള്ള ഹമ്പ് ഒരു മുതുകിലെ ഒരു മുഴയുണ്ടല്ലോ, ആ മുഴയാണ് എന്ത് പൊങ്ങി നിൽക്കുന്ന സാധനമാണ്. അതിൽ ഫാറ്റാണുള്ളത്, കൊഴുപ്പാണുള്ളത്. അതെന്ത് ചെയ്യും? അവയെ ഒരുപാട് കാലം വെള്ളത്തിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ അവയെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ ഈ ഹമ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പെൻഗിൻ എന്താ പറയുന്നത്? ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്ട് അസ് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ അവർ പോളാർ റീജിയൻസ്. എന്താണ് പോളാർ റീജിയനിൽ നല്ല തണുപ്പായിരിക്കില്ലേ, മഞ്ഞുകട്ടകളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവരെ സ്കിന്നിൻ്റെ അടിയിൽ എന്താണ് സ്കിന്നിൻ്റെ അടിയിൽ എന്തെങ്കിലും ഫാറ്റ് ഒരുപാട് ഫാറ്റ് ഉണ്ട്, അതാണ് അവയെ തണുപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് അതർ അഡാപ്റ്റേഷൻസ് ഓഫ് ക്യാമൽ ആൻഡ് പെൻഗിൻ, ഡിസ്കസ് വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ ക്യാമലിൻ്റെയും പെൻഗിൻ്റെയും ഓരോ അഡാപ്റ്റേഷൻസ് പറഞ്ഞല്ലോ. ഇനി അതുപോലെ കൂടുതൽ അഡാപ്റ്റേഷൻസ് കണ്ടെത്തി താഴെ തന്നിരിക്കുന്ന ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ക്യാമലിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും? വൈഡ് പാഡഡ് ഫീറ്റിലെ ഒരുപാട് നീളമുള്ള കാലുകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദീസ് പ്രിവെൻറ്റ് ദം ഫ്രം സിങ്കിങ് ഇൻ ടു സാൻഡിലെ. മരുഭൂമിയിൽ പറഞ്ഞാൽ മണലാണല്ലേ, അപ്പോൾ ആ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ മണ്ണിലേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ ഉള്ള ഒരു തരത്തിലുള്ള കാലുകളാണ് അവയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെയോ ലോങ് ഐലാഷസ്, അവയ്ക്ക് നല്ല വലിയ കൺപീലികളാവും ഉണ്ടാവുക. എന്തിനാണ്? ദീസ് പ്രൊട്ടക്ട് ദെയർ ഐസസ് ഫ്രം ബ്ലോവിങ് സാൻഡ് ആൻഡ് ഡസ്റ്റ്. മരുഭൂമിയിൽ നന്നായിട്ട് പൊടിക്കാറ്റ് വീശൂലേ, അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അത്രയും നീളത്തിലുള്ള ഐലാഷസ് നൽകിയിട്ടുള്ളത്. ഇനിയോ അവരുടെ തിക്ക് ഹെയർ അല്ലേ, അവരുടെ കട്ടിയുള്ള രോമങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹീറ്റ് ഓഫ് ദി ഡിസേർട്ട് സൺ ഡ്യൂറിങ് ദ ഡേ ആൻഡ് ദ കോൾഡ് ഡിസേർട്ട് നൈറ്റ്. എന്താ പറയുന്നത്? മരുഭൂമിയിലെ പകൽ സമയത്തെ വെയിലും അതുപോലെ രാത്രികാലങ്ങളിലുള്ള തണുപ്പും അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് തിക്കായിട്ടുള്ള രോമങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ സ്കിന്നിൽ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പെൻഗിനാണ് അല്ലേ. പെൻഗിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? സ്ട്രീം ലൈൻ ബോഡിയിലെ സ്ട്രീം ലൈൻ ബോഡി എന്തിനാണ്? ഫോർ സ്വിമ്മിങ്, അവർക്ക് നീന്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെയോ നെക്സ്റ്റ് വെബ്ഡ് ഫീറ്റ് ആണ് അല്ലേ, അവരെ പരന്ന കാലുകൾ എന്തിനാണ്? പവർഫുൾ ത്രസ്റ്റ് വൈൽ സ്വിമ്മിങ് അല്ലേ, അവർക്ക് ശക്തിയേറിയിട്ട് നീന്താൻ പെട്ടെന്ന് നീന്താൻ വേണ്ടി അവരെ സഹായിക്കുന്നത് ആരാണ്? വെബ്ഡ് ഫീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കാതെയുള്ള ജീവിതം അല്ലേ. ആരാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്? കങ്കാരു റാറ്റ് ആണ്. ദ കങ്കാരു റാറ്റ് ഈസ് എ സ്മോൾ അനിമൽ ഫൗണ്ട് ഇൻ ദ ഡിസേർട്ട്. കങ്കാരു അനിമൽ എന്താണ്? ഒരു സ്മോൾ അനിമലാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഡിസേർട്ട്, മരുഭൂമിയിലാണ് കാണപ്പെടുന്നത്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിങ് ഇൻ ദ ഡിസേർട്ട്. ഇതിന് മരുഭൂമിയിൽ ജീവിക്കാനുള്ള ഒരുപാട് അഡാപ്റ്റേഷൻസ് അനുകൂലനങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഡിഗ് വെരി ഡീപ്പ് ബോറോസ് ടു സർവൈവ് ദ ഹീറ്റ് ഓഫ് ദി ഡേ ആൻഡ് ലിവ്സ് ഇൻസൈഡ് ദം. എന്താ പറയുന്നത്? മരുഭൂമിയിൽ ഭയങ്കര ചൂടായിരിക്കില്ലേ, പകൽ സമയത്തെ ചൂടിന്
അതിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് അത് ബോറോസിലെ നല്ല ആഴങ്ങളിൽ ഉള്ള ഡീപ്പ് ബോറോസിലാണ് താമസിക്കുന്നത്. ഇറ്റ് ഹൺസ് ഫോർ പ്രേ അറ്റ് നൈറ്റ്. അവരെന്താണ് രാത്രി കാലങ്ങളിലാണ് ഹണ്ട് ചെയ്യുന്നത്, ഇര തേടുന്നതിലെ. ഇറ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് ഡ്രിങ്കിങ് എനി വാട്ടർ. അവർക്ക് എന്താണ് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും അല്ലേ. ഇറ്റ് ഗെറ്റ് ദ വാട്ടർ ഇറ്റ് നീഡ് ഫ്രം ഇറ്റ്സ് മെയിൻ ഫുഡ്. എന്താ പറയുന്നത്, അവരുടെ പ്രധാന ആഹാരങ്ങൾ എന്താണ്, അവർക്ക് വെള്ളം കുടിക്കാതെയും ജീവിക്കാൻ കഴിയില്ലേ. അവരുടെ വെള്ളം കണ്ടെത്തുന്നത് അവരെവിടെ നിന്നിട്ടാണ്, അവർ ഫുഡില്ലേ, അവരുടെ ഫുഡ് സച്ച് ആസ് ഗെയിൻ സീഡ്സ് ആൾസോ ഫ്രം ഇറ്റ്സ് ബോഡി ഫാറ്റ്. അവരുടെ ബോഡി ഫാറ്റിലെ അവരുടെ വിത്തുകൾ, അതുപോലെ ശരീരത്തിൽ നിന്നുള്ള ഫാറ്റിൽ നിന്നൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ള ജലം അവർ കണ്ടെത്തുന്നത്. വാട്ടർ ലോസ് ത്രൂ സ്വെറ്റ് ഓർ യൂറിൻ ഇൻ വെരി ലോ. അവർ വിയർക്കുന്നതും അതുപോലെ മൂത്രമൊഴിക്കുന്നതൊക്കെ വളരെയധികം കുറവാണ്. ഇറ്റ് മൂവ്സ് ബൈ ഹോപ്പിംഗ് ലൈക്ക് എ കങ്കാരു യൂസിങ് ഇറ്റ്സ് ലോങ് ഹൈഡ് ലെഗ്. എന്താണ് അവർക്ക് കങ്കാരുവിനെ പോലുള്ള ലെഗാണുള്ളത്, അതുകൊണ്ട് തന്നെ അവർ ചാടിയാണ് നടക്കുന്നത്. ഓക്കെ. ഇറ്റ് ക്യാൻ സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് സീഡ്സ് ഇൻ ദ പൗച്ച് ഇൻ ഇറ്റ്സ് സ്റ്റിക്സ്. അവരുടെ കവിൾ ഭാഗത്ത് എന്താണ് ഒരു സഞ്ചി പോലുള്ള ഒരു ഫീച്ചർ ഉണ്ട്, അതിലാണ് അവരെന്ത് ചെയ്യുന്നത് ധാന്യങ്ങളും അതുപോലെ ഗ്രെയിൻസും സീഡ്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ആരെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്, കങ്കാരു റാറ്റിലെ കങ്കാരു എലിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് എവിടെയാണ് ലീവ് ചെയ്യുന്നത്, ഡിസേർട്ടിലാണ് അല്ലേ. ഓക്കെ. അപ്പോൾ അതിനെ ഡിസേർട്ടിൽ ലീവ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലേ, ആരൊക്കെ തമ്മിലാണ്, സ്ട്രോക്കും അതുപോലെ ഫിഷും തമ്മിലാണ് അല്ലേ, കൊറ്റിയും മീനും തമ്മിലാണ്. എന്താണ് സ്ട്രോക്ക് പറയുന്നത് നോക്കാം നമുക്ക്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലിവ് ഇൻ ദ ഫീൽഡ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഫീൽഡ്, വയലിലുണ്ട്. അപ്പോൾ ഫിഷ് എന്താ പറയുന്നത്, വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോട്ട്. അവർക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ട് എന്ന് പറയാണ്. വാട്ട് ഡസ് എ സ്ട്രോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്. എന്താണ് ഒരു കൊക്കിന് എന്തൊക്കെയാണ് വയലിൽ നിന്ന് ലഭിക്കുന്നത്, ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നത്, എന്താ അവിടെ തന്നിട്ടുള്ളത്, സ്മോൾ ഓർഗാനിസംസിലെ ചെറിയ ജീവികളിലെ ഇൻസെക്ട്സ് തുടങ്ങിയവയ്ക്കാണ് ആര് കഴിക്കുന്നത്, സ്ട്രോക്ക് കഴിക്കുന്നത്. പിന്നെയോ അതിന് വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ പറ്റൂലേ, അതുപോലെ എന്താണ് ബാത്തിങ്ങും അല്ലേ, ബാത്തിങ്ങും ഡ്രിങ്കിങ്ങും ഫീൽഡ് കൊണ്ടുള്ള ബെനിഫിറ്റാണ്. ഓക്കെ. വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കുക, പ്ലേസ് ടു ലീവ് അല്ലേ, അതിന് ജീവിക്കാൻ പറ്റൂലേ, അതിൻ്റെ വാസസ്ഥലമാണ് അവിടെ. പിന്നെയോ ടു ബ്രീത്ത് എന്താണ് അവയെ ശ്വസനത്തിന് സഹായിക്കുന്നുണ്ട്, എന്താണ് പോണ്ടിലെ വാട്ടറില്ലേ. പിന്നെന്താണ് അവയ്ക്ക് ഒരുപാട് സ്മോൾ ഓർഗാനിസംസ്, അവരുടെ ഫുഡായിട്ടുള്ള സ്മോൾ ഓർഗാനിസംസും എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, പോണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്, ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസംസ് ലിവ് ഈസ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ് ടു സർവൈവ്. പോൺസ്, റിവർ ആൻഡ് ഫീൽഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ്. എന്താ പറയുന്നത്, ഹാബിറ്റാറ്റിനെ കുറിച്ചാണല്ലേ പറയുന്നത്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. ഒരു ജീവി അത് വസിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം എന്ന് പറയുന്നത്. ആ ജീവിക്ക് എന്താണ് അതിനാവശ്യമായിട്ടുള്ള നീഡ്സ് ടു സർവൈവ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ടും ആ ഹാബിറ്റേറ്റിൽ ഉണ്ടാവും. അതുപോലെ ഹാബിറ്റാറ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, പോൺസ്, റിവർ, ഫീൽഡ്സ് ഒക്കെ എന്താണ് ഹാബിറ്റാറ്റിന് എക്സാമ്പിളാണ്. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റില്ലേ നമ്മളിപ്പോൾ പഠിച്ചു ആവാസം, ആവാസത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ, ഹാബിറ്റാറ്റിന് കൂടുതൽ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം, ഹിൽസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, സോയില്, ഫീൽഡ്സ്, അതുപോലെ ഡിസേർട്ട്. പിന്നെ എന്താണ് ഇതൊക്കെ എന്താണ് ഈ എന്താ പറയുക ആവാസത്തിന്, ഹാബിറ്റാറ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഹാബിറ്റാറ്റ് പഠിച്ചു അല്ലേ, അതിന് എക്സാമ്പിൾസും പഠിച്ചു. ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് എന്താണ്, പലതരം ആവാസങ്ങൾ. ഇവിടെ ഒബ്സർവ് ദ പിക്ചർ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പിക്ചർ കണ്ടില്ലേ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ്, റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് എന്നാണ് ചിത്രത്തിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് ഉണ്ടല്ലേ, അതിൻ്റെ
നെയിംസ് എഴുതാനാണ് പറയുന്നത്. റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. ഓക്കെ, ഏതൊക്കെയായിരിക്കും? ഹിൽസ് ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ്, പിന്നെ ഡിസേർട്ട്, പിന്നെ അതുപോലെ എന്താണ് ഗ്രാസ് ലാൻഡ്, സോയില്, പിന്നെന്താണ് സീ ഉണ്ട്, റിവർ ഉണ്ട്, പോണ്ട് ഉണ്ട്, പിന്നെ ഷ്രബ്സ്, ട്രീസ്, അതുപോലെ എന്താണ് പോളാർ റീജിയൻസ് ഉണ്ട് അല്ലേ, മഞ്ഞ് പ്രദേശങ്ങളുണ്ട്, പിന്നെയോ ബുഷസ്, സീ, ഫോറസ്റ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. എ ഫീൽഡ് ഈസ് എ ഹാബിറ്റാറ്റ്. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. വിച്ച് ആർ ദേ? ഡിസ്കസ് ആൻഡ് റൈറ്റ് എന്താ പറയുന്നത്? ഫീൽഡ് ഒരു ഹാബിറ്റാറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൽ എന്ത് ചെയ്യും? ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? പ്ലാന്റ്സ്, അതുപോലെ ആനിമൽസ്, സ്മോൾ ഓർഗാനിസംസ് ഉണ്ടാവില്ലേ. പിന്നെ നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സോയില്, അതുപോലെ എയർ, വാട്ടർ, സൺലൈറ്റ്, ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. There are natural habitats and man-made habitats. Forest is an example of a natural habitat. What about the biodiversity park in your school? എന്താ പറയുന്നത്? പ്രകൃതിദത്ത ആവാസങ്ങൾ, നാച്ചുറൽ ഹാബിറ്റാറ്റും അതുപോലെ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സും അല്ലേ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹാബിറ്റാറ്റ്സും ഉണ്ട്, ആവാസങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റ് എന്താണ്? ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡനോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങളുടെ സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്താണ്? അത് നിങ്ങൾ കുട്ടികളൊക്കെ ചേർന്ന്, ടീച്ചേഴ്സും കുട്ടികളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതാവും അല്ലേ. അപ്പോൾ അതെന്താണ്? മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സിന് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സ്. നമ്മൾ ഹാബിറ്റാറ്റ്സിന് എക്സാമ്പിൾ പഠിച്ചില്ലേ, 2 തരം ഹാബിറ്റാറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ ഹാബിറ്റാറ്റ്സും അതുപോലെ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സും. അതിന് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ ഹാബിറ്റാറ്റ്സിന് നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? റിവർ, ഹിൽസ്, അതുപോലെ മാൻഗ്രോവ്സിലെ കണ്ടൽക്കാടുകൾ. ഇനി മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സിൽ ഏതൊക്കെ വരും? പാർക്ക്, അതുപോലെ എന്താണ് ഗാർഡൻ, അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പിലെ കൃഷിയിടങ്ങൾ. നമ്മൾ ഒരു നിരപ്പായ സ്ഥലം എടുത്തിട്ട് അവിടെ കിളച്ച് മറിച്ച് ഒരു കൃഷിയിടാക്കി മാറ്റുമ്പോൾ അവിടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻ മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. Plants, animals and microorganisms are examples of living things. Soil, air, water and sunlight are the main non-living things. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പട്ടികപ്പെടുത്തിയില്ലേ എന്തൊക്കെയായിരുന്നു? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പഠിച്ചു അല്ലേ. അതിൽ ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങളുണ്ട്. അങ്ങനെ ജീവനുള്ളതാണ് എന്ത്? സസ്യങ്ങൾ, ജന്തുക്കൾ, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ. ഇനി അതുപോലെ നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സോയില്, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, ഡു ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ്? Similarly, living things depend on each other. Living things and non-living things are an area live in interdependence. എന്താ പറയുന്നത്? ജീവികൾ എന്താണ്? എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ് എന്നിവ എന്താണ്? നോൺ ലിവിങ് ആണ് അല്ലേ. അതുപോലെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്താണ്? പരസ്പരം സഹായിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജീവികളും അതുപോലെ ജീവനില്ലാത്തവയും തമ്മിലുള്ള അവരെന്താണ്? ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ട് ഇന്റർഡിപ്പെൻഡൻസിലെ പരസ്പരം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം, ഡ്രോ ലൈൻ ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. എന്താ പറയുന്നത്? താഴെ തന്നിട്ടുള്ള ആ ചിത്രം നിരീക്ഷിച്ചിട്ട് ആരൊക്കെയാണ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് എന്നുള്ളത് വരച്ച് യോജിപ്പിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ, ചിത്രം നോക്കൂ. ഇതിൽ നോൺ ലിവിങ് ആരൊക്കെയാണ്? നോൺ ലിവിങ് തിങ്സ് ആരൊക്കെയാണ്? സൺലൈറ്റ് ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട് അല്ലേ. ഇതൊക്കെ നോൺ ലിവിങ് ആണ്. ഇനി ലിവിങ് ആയിട്ടുള്ളതാണ് പ്ലാന്റ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഫിഷ്, അതുപോലെ
ഈഗിളും ഉണ്ട് അല്ലേ. ഇവരെങ്ങനെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് വരച്ച് യോജിപ്പിക്കാം. ഈ സണ്ണിനെ എല്ലാവർക്കും വേണം അല്ലേ. കാരണം എന്താണ്, അനിമൽസിന് എന്താണ് ഹണ്ട് ചെയ്യാൻ, ഇര പിടിക്കാനൊക്കെ കണ്ണ് കാണണമല്ലേ. കണ്ണ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെളിച്ചം വേണം, അതിന് സൂര്യപ്രകാശം വേണം. സസ്യത്തിന് വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അപ്പോൾ ഈ നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള സണ്ണ് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ ഇനി സസ്യം ഗ്രാസ് ഓപ്പറിൻ്റെ ഫുഡാണല്ലേ. അപ്പോൾ അതുപോലെ ഗ്രാസ് ഓപ്പർ ഫ്രോഗിൻ്റെ ഫുഡാണ്, ഫ്രോഗ് സ്നേക്കിൻ്റെ ഫുഡാണ്. സ്നേക്കിനെ ആരാണ് കഴിക്കുന്നത്, ഈഗിൾ കഴിക്കും. അതുപോലെ ഫിഷിനെ ആര് കഴിക്കും, ഈഗിൾ കഴിക്കില്ലേ. അതുപോലെ ഫ്രോഗിന് സ്മോൾ ഓർഗാനിസംസ് ഫുഡ് കഴിക്കാനുള്ള സ്മോൾ ഓർഗാനിസംസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പോണ്ടിൽ നിന്ന് കിട്ടും അല്ലേ. പിന്നെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്, വളരാൻ വേണ്ടിയിട്ട് സൺലൈറ്റും വേണം, അതുപോലെ വാട്ടറും വേണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, വെള്ളം ഈ പോണ്ടിൽ നിന്നാണല്ലേ കിട്ടുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് അല്ലേ, ഒരു ആശ്രയത്തിൽ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്കോസിസ്റ്റം. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെൻറ്റ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലിവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ്. എന്താണ് പറയുന്നത്, നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും ഘടകങ്ങളും തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻസ് ആയിട്ട് കഴിയുന്നതിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ട്രീസ്, ഫീൽഡ്, പോണ്ട്സ്, സ്ട്രീംസ്, ഹിൽസ്, സ്കാഡ് ഗ്രോവ്സ്, കാവുകളിലെ ആർ സ്മോൾ എക്കോസിസ്റ്റംസ്. എന്താണ് മക്കളെ പറയുന്നത്, വൃക്ഷം, അതുപോലെ വയൽ, അരുവി, കുന്ന്, കാവ്, കുളം തുടങ്ങിയവയ്ക്ക് എന്താണ് സ്മോൾ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ് എന്താ പറയുന്നത്. അതുപോലെ എന്താണ്, വനം, പുൽമേട്, മരുഭൂമി, കടൽ, മഞ്ഞു പ്രദേശം തുടങ്ങിയവയ്ക്ക് എന്താണ് വലിയ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. വാട്ട് ഈസ് ദ ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. എന്താ പറയുന്നത്, ആവാസ വ്യവസ്ഥ അല്ലേ. എക്കോസിസ്റ്റത്തിലെ എന്താണ് ഇൻ്റർഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രയത്വം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എക്സാമ്പിൾ സഹിതം ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലേ, ജീവനുള്ളതും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ. പിന്നെ അതുപോലെ ബിറ്റ്വീൻ ലിവിങ് തിങ്സ് അല്ലേ, ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ. അതായത് നമ്മൾ നേരത്തെ ആ ഒരു ആരോ മാർക്ക് വെച്ച് എക്കോസിസ്റ്റം കണ്ടുപിടിച്ചല്ലോ അല്ലേ. എക്കോസിസ്റ്റത്തിന് എങ്ങനെയാണ് എന്താ പറയുക ഇൻ്റർഡിപ്പെൻഡൻസ് ചെയ്തിട്ട് കഴിയുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പിക്ചറിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗ്രാസ് ഓപ്പർ ഒരു ലിവിങ് തിങ് ആണല്ലേ, അതുപോലെ ഫ്രോഗ് ഒരു ലിവിങ് തിങ് ആണ്. അപ്പോൾ ഈ ഗ്രാസ് ഓപ്പറിനെയാണ് ഫ്രോഗ് കഴിക്കുന്നത്. അപ്പോൾ അവർ ലിവിങ് തിങ്സുകൾ തമ്മിലുള്ള ഇൻ്റർഡിഫറൻസ്. അതുപോലെ സ്നേക്കാണ് ഫ്രോഗിനെ കഴിക്കുന്നത്, അതും ഒരു എന്താണ് ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് അല്ലേ. അതാണ് ലിവിങ് തിങ്സ് തമ്മിലുള്ളത്. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എന്താണ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുക അല്ലേ, നാശമാണ് അല്ലേ. അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ അല്ലേ. ആവാസ വ്യവസ്ഥകളുടെ നാശത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഹിൽസ് ഹാസ് സംതിങ് ടു സേ. എന്താണ് ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നല്ലേ, കുന്നിനുമുണ്ട് പറയാനില്ലേ. യു ക്യാൻ സീ അസ് ഇൻ മെനി ഏരിയാസ് ഇൻ യുവർ പ്ലേസ്. എന്താ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്നെ ഞങ്ങളെ കാണാൻ പറ്റില്ലേ. ആരാ പറയുന്നത്, ഹിൽസ് ആണല്ലേ. ഈസ് ദർ എനി വൺ ഹു ഹാസൻ ക്ലൈംബ്ഡ് എ ഹിൽ. എന്താ പറയുന്നത്, കുന്ന് ക്ലൈംബ് ചെയ്യാത്തവരായിട്ട് കയറാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ. വി പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ് ഫ്രം എർത്ത് വേംസ് ടു ഫോക്സസ് ആൻഡ് ആൾസോ ഫോർ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. എന്താ പറയുന്നത്, കുന്ന് എന്താണ് ഒരുപാട് ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. പിന്നെന്താണ് എന്താണ് മണ്ണിര മുതൽ കുറുക്കം വരെയുള്ള ജീവികൾ, അതുപോലെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, പലതരത്തിലുള്ള പ്ലാന്റ്സിനൊക്കെ എന്താണ് അവർ ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, വാസസ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദാറ്റ് വാട്ടർ ടു വെൽസ്, സ്ട്രീംസ് ആൻഡ് ഫീൽഡ്സ്. എന്താണ് റെയിൻ വാട്ടർ, മഴവെള്ളം ശേഖരിച്ചു വെച്ചിട്ട് പിന്നീട് അത് കുളത്തിലേക്കും, അതായത് കിണറിലേക്കും പാടത്തേക്കും അരുവിയിലേക്കൊക്കെ ഞങ്ങളാണ് നൽകുന്നത്. പിന്നെയോ
വി ക്യാൻ കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ്. ഞങ്ങൾക്ക് എന്താണ് കാറ്റിനെ എന്താണ് നിയന്ത്രിക്കാൻ പറ്റും, അതുപോലെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും, റെഡ്യൂസ് ചെയ്യാനും പറ്റും അല്ലേ, കുറയ്ക്കാനും പറ്റും. ഡോണ്ട് യു സീ, നിങ്ങൾ കണ്ടില്ലേ, വി ആർ ഇൻ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ. എന്താന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് ഭയങ്കര പ്രതിസന്ധിയിലെ ക്രൈസിസിലാണ്. ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് കുന്നിൻ്റെ പ്രാധാന്യം, ഞങ്ങളുടെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ കുന്നിൻ്റെ ചോദ്യം കേട്ടില്ലേ, വളരെ സങ്കടപ്പെട്ടിട്ട് കുന്ന് ചോദിക്കുകയാണല്ലേ, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ പ്രാധാന്യങ്ങൾ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് പേർക്ക് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് വാട്ടർ സപ്ലൈക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് വിൻഡ് കൺട്രോൾ ചെയ്യാനും ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ഞങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് കുന്ന് ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നത് അല്ലേ. ഹോപ്പ് യു റീഡ് ദ സോളിലിറ്റി ഓഫ് ദി ഹിൽ. എന്താ പറയുന്നത്, സോളിലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മകഥ അല്ലേ, കുന്ന് പറയുന്നതാണ് അല്ലേ, അത് നിങ്ങൾ കേട്ടില്ലേ. വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്റ്റ് വാനിഷിങ് ഓഫ് ഹിൽസ്. കുന്നുകൾ വാനിഷിങ് ഇല്ലാതാക്കുന്നത് കൊണ്ടുള്ള ഹാംഫുൾ ഇഫക്റ്റ് എന്താണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും, വാട്ടർ സ്കാർസിറ്റിയിലെ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, പിന്നെ ദ ഓർഗാനിസംസ് ഓൺ ദി ഹിൽസ് ലോസ് ദെയർ ഹോംസിലെ അവർക്ക് വാസസ്ഥലം നഷ്ടമാവും, പിന്നെ സ്ട്രീംസ് ഡ്രൈ എന്താണ് അരുവികൾ അതുപോലെയുള്ള ജലാശയങ്ങളൊക്കെ ഡ്രൈ ആവും, പിന്നെ എന്താണ് പ്ലാന്റ്സ് പെറിഷ് അല്ലേ, പ്ലാന്റ്സ് ഒക്കെ നശിച്ചിട്ട് പോകും അല്ലേ. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം, ഡിസ്കസ് ആൻഡ് റൈറ്റ്. എന്താ പറയുന്നത്, നമ്മൾ ദോഷകരമായിട്ട് ഹാംഫുള്ളായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ എന്താ തന്നത്, ഡിമോളിറ്റേഷൻ ഓഫ് ഹിൽസിലെ കുന്നിടിക്കുന്നത്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിലെ കീടനാശിനികളുടെ അമിത ഉപയോഗം, പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം, ഫീൽഡ് ഫില്ലിങ്ങിലെ പാടവും പറമ്പൊക്കെ മണ്ണിട്ട് നികത്തുന്നത്, പിന്നെ ത്രോയിങ് പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയുന്നത് അല്ലേ, പിന്നെ അതുപോലെ സാൻഡ് മൈനിങ് മണൽ എന്താണ് മണൽ വാരുന്നതിലെ പുഴയിൽ നിന്നൊക്കെ മണൽ വാരുന്നതൊക്കെ എന്താണ് എക്കോസിസ്റ്റത്തിനെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, പൊല്യൂഷൻ എന്താണ്, ഇവിടെ ഒരു എർത്ത് വേമിനെ കാണുന്നുണ്ടല്ലേ. എർത്ത് വേം എന്താ പറയുന്നത്, ലിസൺ ടു വാട്ട് ആൻ എർത്ത് വേം സേസ്. എന്താണ് എർത്ത് വേം പറയുന്നത്, വി ആർ നോസ് ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്, നൗ വി കനോട്ട് ലിവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. എർത്ത് വേം എന്താ പറയുന്നത്, ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ് ആണല്ലേ. എർത്ത് വേം എന്ന് പറഞ്ഞാൽ കർഷക മിത്രം എന്നാണല്ലേ. എർത്ത് വേമിനെ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇപ്പം എന്താണ് പൊല്യൂഷൻ കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് മണ്ണിര പറയുന്നത്. ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് വേം സെഡ്. നമ്മൾ വായിച്ചുല്ലേ, എർത്ത് വേം എന്താ പറയുന്നത്, കർഷക മിത്രം എന്നൊക്കെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നതെങ്കിലും മണ്ണ് മലിനീകരണം കൊണ്ട് പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് മണ്ണിര പറഞ്ഞതില്ലേ. വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽ ഫൗണ്ട് ഇൻ അവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. എന്തൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് നിങ്ങളുടെ ഹോം ആൻഡ് സറൗണ്ടിങ്സിൽ, ഹോമിൻ്റെയും വീടിൻ്റെയും അതുപോലെ സറൗണ്ടിങ്സിലും ചുറ്റുപാടിലും നിങ്ങൾ ഏതൊക്കെ മാലിന്യങ്ങളാണ് കാണുന്നത് എന്നാണ് ചോദ്യം. ഏതൊക്കെ മാലിന്യങ്ങളാണ് കാണുന്നത്, ഏതെല്ലാം വേസ്റ്റുകളാണ് കാണപ്പെടുന്നത്, ഓർഗാനിക് വേസ്റ്റ് കാണുന്നുണ്ടല്ലേ. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഫുഡ് വേസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഓർഗാനിക് വേസ്റ്റിലെ മണ്ണിൽ ഡീക്കേ ആയി പോകുന്ന എന്താണ് വേസ്റ്റിനെയാണ് നമ്മൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളില്ലേ വീടിൻ്റെ പരിസരത്ത്, എന്താ പറയുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കവറുകൾ ഇതൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ വാട്ടർ വേസ്റ്റ് ഉണ്ടല്ലേ, ജലമാലിന്യം ഉണ്ടല്ലേ, നമ്മുടെ കഴുകിയതും ചീത്തതുമായ മലിനമായിട്ടുള്ള നമ്മളെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് അതുപോലെ ചളിവെള്ളമൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, മലിനപ്പെട്ട വെള്ളമൊക്കെ നമ്മൾ വീട്ടിലും പരിസരങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻ യുവർ സ്കൂൾ, പ്രിപ്പയർ എ പ്രൊജക്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു യുവർ ക്ലാസ്. എന്താ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്, മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ട്
ക്ലാസ്സിൽ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ഫുഡ് വേസ്റ്റും അതുപോലെ ആ പേപ്പേഴ്സും കവറൊക്കെ എന്താണ്, എങ്ങനെയാണ് ഡിസ്പോസിബിൾ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തി നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവ് ദ പിക്ചർ. ഈസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ്സ് ഹാംഫുൾ ടു ഹാബിറ്റാറ്റ്. എന്താണ് മാലിന്യങ്ങൾ സറൗണ്ടിങ്സിലേക്ക് വലിച്ചെറിയുന്നത് ഹാബിറ്റാറ്റിന് ദോഷകരമല്ലേ, ഹാംഫുൾ അല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. യെസ് അല്ലേ. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. അങ്ങനെയാണെങ്കിൽ മണ്ണ് മലിനമാക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. ഇവിടെ 2 തന്നിട്ടുണ്ട്. ഏതാണ് നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസിലെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന അമിതമായ കീടനാശിനി, അതുപോലെ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്നാണ് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവള പ്രയോഗം അല്ലേ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ്. ഇനി അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം, മണ്ണ് മലിനമാകുന്നത് ഡിഫോറസ്റ്റേഷൻ അല്ലേ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, പിന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലെ ഈ മണ്ണ് കുന്നുകളൊക്കെ ഹിൽസൊക്കെ ഡിവോൾട്ട് ചെയ്തിട്ട് എന്താണ് പുതിയ ബിൽഡിങ്സൊക്കെ കയറ്റുന്നത്, ഇടിച്ചു നിരത്തി പാർക്കുകൾ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്താണ് മണ്ണ് മലിനമാക്കുന്ന കാര്യങ്ങളാണല്ലേ. ഹൗ ഡസ് ദ സോയിൽ പൊല്യൂഷൻ എഫക്ട് ദ എക്കോസിസ്റ്റം? ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്? അതിലുണ്ടാവുന്ന ഒരുപാട് സ്മോൾ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ, അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ മണ്ണിൽ ഒരുപാട് സ്മോൾ ഓർഗാനിസംസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ആ പ്ലാന്റ്സിലും ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ടാവില്ലേ, അവയൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോവും. മണ്ണ് മലിനീകരണം പോലും അതുപോലെ നമുക്ക് കൃഷികൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ എന്താണ് ക്ഷാമം വരും, അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് വരൂലേ. ഓക്കെ, വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ദിസ് ഇൻ അവർ സറൗണ്ടിങ്സ്? അതുപോലെ നമ്മുടെ ആ സറൗണ്ടിങ്സിൽ പൊല്യൂട്ട് ആവുന്നത് മറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ്? എയർ, അതുപോലെ വാട്ടർ, ഇതൊക്കെ എന്താണ് മണ്ണ് പോലെ സോയിൽ പോലെ പൊല്യൂട്ട് ആവുന്ന മറ്റ് വസ്തുക്കളാണല്ലേ. ഇനി ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഓഫ് എയർ പൊല്യൂഷൻ. ചിത്രം ഇവിടെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ട് എയർ പൊല്യൂഷൻ്റെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? വിറക് കത്തിക്കുന്നത്, പിന്നെയോ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, പിന്നെയോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, പിന്നെയോ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് റിലീസ് കെമിക്കൽ എയർ ഇൻ ടു ദ ഫ്രഷ് എയറിലെ. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് റിലീസ് കെമിക്കൽ എയറിലെ വിഷവാതകങ്ങൾ പുറത്തുവിടുന്ന വ്യവസായശാലകൾ, പിന്നെയോ ഫോറസ്റ്റ് ഫയറിലെ കാട്ടുതീയ്. നെക്സ്റ്റ് എന്താണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലെ നമ്മൾ നേരത്തെ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസും പിന്നെ അതുപോലെ എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ പഠിച്ചുല്ലേ, അതൊക്കെ എന്താണ് നമ്മുടെ എയർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ, സിറ്റുവേഷൻസ് ആണല്ലേ. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ. വായുമലിനീകരണത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്ത് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? നമുക്ക് ഡിസീസസ് ഉണ്ടാവില്ലേ, പിന്നെ അതുപോലെ എന്താണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, അതുപോലെ ആസിഡ് റെയിൻ ഉണ്ടാവും, പിന്നെയോ ഓസോൺ ലെയർ ഡിപ്ലഷൻ ഉണ്ടാവും, പിന്നെന്താണ് ഇറ്റ് എഫക്റ്റ് ഓൺ ആനിമൽസിലെ, അവരൊക്കെ ചത്തൊടുങ്ങൂലേ. എയർ പൊല്യൂഷൻ കാരണം എന്താണ്? കൂടുതൽ ചൂട്, ഗ്ലോബൽ വാർമിംഗ്, നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കും, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും നമുക്ക്. അതെങ്ങനെയാണ്? ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് റിലീസ് കെമിക്കൽ എയർ ഇൻ ടു ഫ്രഷ് എയറിലെ, നമ്മൾ അതാണ് ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ, ഫ്രഷ് എയർ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അതിൽ കെമിക്കൽ എയർ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അതുപോലെ എന്താണ് ഓസോൺ ലെയർ റിപ്ലഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് AV UV റേസ് എത്തും, അത് നമ്മളെ ബാഡായിട്ട് ഇഫക്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ബോക്സിൽ എന്താ തന്നിട്ടുള്ളത് നോക്കാം. എയർ പൊല്യൂഷൻ ക്യാൻ ലീവ് ഹാംഫുൾ ഇഫക്റ്റ് ഓൺ അവർ ഹെൽത്ത്. എവറി ഇയർ അബൌട്ട് 7 million people die in the world due to various diseases caused by air pollution.
എന്താ പറയുന്നത്? വായു മലിനീകരണത്തിനെ കുറിച്ചാണല്ലേ പറയുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. ഓരോ വർഷവും വായു മലിനീകരണം മൂലം ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് ഏകദേശം 7 മില്യൺ 70 ലക്ഷം മനുഷ്യരാണ് ലോകത്ത് മരിച്ചു പോകുന്നത്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് എ ഹാംഫുൾ ഇഫക്റ്റ് നോട്ട് ഓൺലി ഓൺ ഹ്യൂമൻസ് ബട്ട് ഓൾസോ ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മനുഷ്യരെ പോലെ തന്നെ ഈ എയർ പൊല്യൂഷന് ഹ്യൂമൻസിനെ പോലെ തന്നെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ഡിക്ലൈനിങ് ക്രോപ്സ് ഈൽഡ്സ്, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലഷൻ എക്സെട്ര. നമ്മൾ മുൻപ് പറഞ്ഞുല്ലേ, ഇതെന്താണ് കാർഷിക വിളകൾ കുറയുന്നതിന്, അതുപോലെ അമ്ലമഴ, ആസിഡ് മഴ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, ഓസോൺ ഡിപ്ലഷൻ, ഓസോൺ പാളിയുടെ വിള്ളല്, ഇതൊക്കെ എന്താണ് ആ വായു മലിനീകരണം കൊണ്ടുള്ള കാരണങ്ങളാണ്, അതിൻ്റെ ഇഫക്റ്റ് ആണല്ലേ. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്, നോക്കൂ. എന്തൊക്കെയാണ്? ആ വെള്ളത്തിലൂടെ ബോട്ട് പോകുന്നുണ്ട് അല്ലേ. അതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ ഫ്രഷ് വാട്ടർ ഉള്ള റിവറിലേക്ക് ഒഴുക്കി വിടുന്ന പിക്ചറുകളാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. ഇൻ വിച്ച് സർക്കംസ്റ്റാൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? അതുപോലെ ജലം മലിനമാകുന്ന വേറെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉള്ളത്? വാട്ടർ ക്യാൻ ബിക്കം പൊല്യൂട്ടഡ് ഡ്യൂ ടു വേരിയസ് സർക്കംസ്റ്റാൻസസ് അല്ലേ. പ്രൈമർലി ഇൻവോൾവിംഗ് ദ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡംപിംഗ് വേസ്റ്റ്, അർബൻ റഫ് ഓഫ്, ഓയിൽ ലീക്സ് ആൻഡ് സ്പിൽസ്, സീവേജ് പൊല്യൂഷൻ അല്ലേ. ഇതൊക്കെ കാരണം എന്താണ്? ജലം മലിനമാവുന്നുണ്ട് അല്ലേ, വാട്ടർ പൊല്യൂട്ട് ആവുന്നുണ്ട് അല്ലേ. ഓക്കെ, ഹൗ ഡസ് ദ വാട്ടർ പൊല്യൂഷൻ എഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? എന്താ പറയുന്നത്? ജലം മലിനമാകുന്നത് മനുഷ്യരെ പോലെ തന്നെ ജീവികളെയും ബാധിക്കുന്നുണ്ട് അല്ലേ. അതെങ്ങനെയൊക്കെയാണ്? ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കുടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഹ്യൂമൻസിനെ പോലെ തന്നെ ആനിമൽസിനും അത് ബാധകമാണ് അല്ലേ. വാട്ടർ പൊല്യൂഷൻ അഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ് അല്ലേ. എല്ലാ ലിവിങ് തിങ്സിനെയും ഹ്യൂമൻസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഇനി ഇവിടെ താഴെ ബോക്സിൽ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. നോക്കൂ. വാട്ടർ ബിക്കംസ് പൊല്യൂട്ടഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസ്. എന്താ പറയുന്നത്? നമ്മുടെ വെള്ളം മലിനമാകുന്നത് പലതരത്തിലുള്ള കെമിക്കൽസിൻ്റെയും ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെയും കാരണമാണ്. പൊല്യൂട്ടഡ് വാട്ടർ കോസസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. ഇങ്ങനെ മലിനമാക്കപ്പെട്ടിട്ടുള്ള ജലം കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാവും. വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, അതർ കെമിക്കൽസ്, പെട്രോളിയം എക്സെട്ര കോസ് വാട്ടർ പൊല്യൂഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ്? മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ, പിന്നെന്താണ് അതർ കെമിക്കൽസ്, പിന്നെ പെട്രോളിയം അല്ലേ. ഇതൊക്കെ എന്താണ്? വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു പൊല്യൂഷൻ. എന്താ പറയുന്നത്? ഇത് ആ ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയ്ക്കും. ദിസ് ഈസ് ദ ത്രെറ്റ് ടു ദ ലീവ്സ് ഓഫ് ഓർഗാനിസംസ് ലിവിങ് ഇൻ വാട്ടർ. എന്താ പറയുന്നത്? ഇങ്ങനെ ഈ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് അത് ഭീഷണിയാണ് അല്ലേ. ലെറ്റ് us read ആദീസ് ഡയറി നോട്ട്. നമുക്ക് ആദിയുടെ ഡയറി കുറിപ്പ് വായിക്കാം. ഓക്കെ, നേച്ചേഴ്സ് ഫ്യൂരി എന്താ പറയുന്നത്? കലിതുള്ളിയ പ്രകൃതിയിലെ. ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യം എന്നുള്ളൊരർത്ഥമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദിയുടെ ഡയറി വായിക്കാം. അവർ ഹൗസ് വാസ് ഓൺ എ ഹിൽ സൈഡ്. എന്താണ്? ആദിയുടെ വീട് എവിടെയാണ്? കുന്നിൻ ചെരുവിലാണ് അല്ലേ. അവേഴ്സ് ഈസ് ആൻ ഏരിയ ദാറ്റ് റിസീവ്സ് ഗുഡ് റെയിൻഫോൾ. അവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. ദ മൺസൂൺ റെയിൻ വാസ് ലാഷിംഗ് ഡൗൺ വിത്തൗട്ട് എനി സ്റ്റോപ്പ്. എന്താണ്? മൺസൂൺ റെയിനിലെ ഇടവപ്പാതിയിലുള്ള മഴ നിൽക്കാതെ വിത്തൗട്ട് എനി സ്റ്റോപ്പ് നിൽക്കാതെ പെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. അതാണെങ്കിലോ നല്ല ശക്തമായ മഴയാണല്ലേ. ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ ഹാഡ് സോ റൈസൺ. എന്താണ്? പുഴയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് അല്ലേ.
ഇഫ് ദ വാട്ടർ ലെവൽ റോസ് ഫർദർ, ഇനിയും മഴവെള്ളം കൂടുകയാണെങ്കിൽ എന്താണ്, അവർ ഹൗസ് വുഡ് ബി ഫ്ലഡഡ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ വെള്ളം കയറും. ഇൻ ദ ഈവനിങ് ഇറ്റ് ബിഗാൻ ടു റൈൻ സിവർലി എന്താ പറയുന്നത്, വൈകുന്നേരമായിട്ട് എന്താണ്, നല്ല ശക്തിയുള്ള മഴയാണ് അല്ലേ. ദർ വാസ് നോ ഇലക്ട്രിസിറ്റി, അവിടെ എന്താണ്, കറണ്ട് ഇല്ല അല്ലേ. വി ആർ അഫ്രൈഡ് ഓഫ് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ റെയിൻ കണ്ടിന്യൂഡ്, അങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് അവർക്ക് എന്താണ്, പേടിയാണല്ലേ. വി ആർ പേയിങ് അറ്റൻഷൻ ടു ദ ഡേഞ്ചർ വാർണിംഗ്, അങ്ങനെ എന്താണ്, അവർക്ക് ലഭിക്കുന്ന അപകട മുന്നറിയിപ്പുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വി നോട്ടീസ്ഡ് ദാറ്റ് ദ പെറ്റ്സ് ഇൻ ദ ഹൗസസ് വെർ ഡിസ്റ്റർബ്ഡ് ആൻഡ് മേക്കിംഗ് അൺയൂഷ്വൽ നോയ്സസ്, എന്താണ്, അവരുടെ ഉണ്ടായിട്ടുള്ള വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരാകുകയും ശബ്ദമുണ്ടാക്കുന്നതും അവർ ശ്രദ്ധിച്ചു. റിയലൈസിംഗ് ദ ഡേഞ്ചർ മൈ പാരൻസ് ടുക്ക് അസ് ടു എ റിലേറ്റീവ്സ് ഹൗസ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എവേ ഫ്രം അവേഴ്സ്, അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബന്ധു വീട്ടിലേക്ക് ഈ നോയ്സൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു അപകടം മനസ്സിലാക്കി അവരുടെ അച്ഛനും അമ്മയും അവരെന്താണ്, അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദ റെയിൻ ഡിഡ് നോട്ട് സ്റ്റോപ്പ്, മഴ എന്നിട്ടും പെയ്യുന്നത് നിന്നില്ല. വി ഫെൽ അസ്ലീപ്പ്, അവരെന്താണ്, അവർ ഉറക്കത്തിലായില്ലേ, രാത്രിയായപ്പോൾ അവർ ഉറക്കത്തിലായി. ഇറ്റ് വാസ് ഇൻ ദ ഏർലി മോർണിംഗ് ദാറ്റ് വി ഹിയർഡ് ദ ഷോക്കിംഗ് ന്യൂസ്, അങ്ങനെ രാവിലെ അവർ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അവർ കേട്ടത് എന്താണ്, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണല്ലേ അവർ കേട്ടതുള്ളത്, വാർത്തയാണ് കേട്ടത്. മെനി പീപ്പിൾസ് ഡൈ ഇൻ ലാൻഡ് സ്ലൈഡ്, എന്താണ്, ഉരുൾപൊട്ടലിലെ, ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് മരിച്ചു. ദ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ദാറ്റ് ഹ്യൂജ് നാച്ചുറൽ ഡിസാസ്റ്റർ വാഷ്ഡ് എവേ അവർ ഹൗസ്, സ്കൂൾ, സം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആൻഡ് ദ എൻറ്റയർ വില്ലേജ്. എന്താണ്, ഈ പ്രകൃതി ദുരന്തം എന്താണ്, അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എന്തായി, അവരുടെ സ്കൂള്, ഹൗസസ്, അതുപോലെ ഫ്രണ്ട്സ്, ഫാമിലീസ്, അത് അങ്ങനെ പോയി അവരുടെ വില്ലേജ് തന്നെ ഇല്ലാതായില്ലേ. ആദിയുടെ ഒരു സാഡായിട്ടുള്ളൊരു ഡയറിയാണല്ലേ ഇത്. നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ടില്ലേ, നമ്മുടെ വയനാട്ടിലെ ചൂരൽമല അല്ലേ, മുണ്ടക്കൈ ചൂരൽമലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന പിക്ചറാണല്ലേ ഇത്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഹാവ് യു റീഡ് ദിസ് ഡയറി, നിങ്ങൾ ആദിയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കർ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡ് എന്താ പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങളിലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറില്ലേ. നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ വേറെയും സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് അല്ലേ. വിച്ച് ഓൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പറയാം, നമുക്ക് ഫ്ലഡ്സ് പറയാം, സുനാമി, പിന്നെ അതുപോലെ എന്താണ്, ലാൻഡ് ഡ്രൈവ്, വരൾച്ച, ഇതൊക്കെ എന്താണ്, പ്രകൃതി ദുരന്തങ്ങളാണല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. ലാൻഡ് സ്ലൈഡിങ്, അതുപോലെ എന്താണ്, എർത്ത് ക്വേക്ക്, ഭൂകമ്പം, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീയിലെ, അതുകൂടാതെ എന്തൊക്കെയാണ്, ഫ്ലഡ്സ്, സുനാമി, ലാൻഡ് ഡ്രൈവ്, ഇതൊക്കെ എന്താണ്, മറ്റുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലേ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് ലിവിങ് തിങ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഒക്കർ ഡ്യൂ ടു നാച്ചുറൽ കോസസ് ഓർ ഹ്യൂമൻ ഇൻ്റർഫറൻസ് എന്താ പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ എന്താണ്, പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ഒരുപാട് എന്താണ്, ഡാമേജ്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പിന്നെന്താണ്, സ്വാഭാവിക കാരണങ്ങളാലോ അതുപോലെ മനുഷ്യൻ്റെ ഇൻ്റർഫറൻസ് കാരണമോ എന്തുണ്ടാവാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. മനുഷ്യൻ്റെ ഇടപെടൽ മൂലമോ അതോ അല്ലെങ്കിൽ പ്രകൃതി സ്വയമാലോ എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. ഒബ്സർവ് ദ കോളേജ്, ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ്, ഇവിടെ ഒരു പേപ്പറിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, റെഡ് അലേർട്ട് ഇൻ കണ്ണൂർ ആൻഡ് കോഴിക്കോട് അല്ലേ, അതുപോലെ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ടിലെ റെയിൻ വിൽ ബിക്കം സെവറൽ, റെഡ് അലേർട്ട് ഫോർ ദി 3 ഡിസ്ട്രിക്റ്റ്. ഇതൊക്കെ എന്താണ്, നമ്മൾ മഴക്കാലത്ത് കാണുന്ന വാർത്തകളാണല്ലേ. വാട്ട് ആർ ദീസ് വാർണിംഗ് അബൌട്ട്, ഈ മുന്നറിയിപ്പുകൾ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, മഴയെക്കുറിച്ചിട്ടുള്ള, ഹെവി റെയിനിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലഡ് വാർണിംഗ്
ഈസ് റിസീവ്ഡ്. നമുക്ക് എന്ത് ചെയ്യാണ്, മഴവെള്ളം അല്ലേ, മഴവെള്ളം ഉയർന്ന വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കണം അല്ലേ. അങ്ങനെ വെള്ളം പൊങ്ങി വരുന്നത് കണ്ടാൽ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ടാവും. അതേതൊക്കെയാണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസൻറ്റ് യുവർ സജഷൻസ്. എന്താ പറയുന്നത്? അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യാനാവും നമുക്ക്? ഇമീഡിയറ്റ് സീക്ക് സേഫ് ഷെൽട്ടർ അല്ലേ. നമ്മുടെ ഇപ്പോൾ താഴ്ന്ന പ്രദേശത്താണല്ലേ വെള്ളം കയറുക. അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലത്ത് നിന്നും പെട്ടെന്ന് നമ്മൾ വേറെ വീട്ടിലേക്ക് മാറണം. പ്രിഫറബിളി ഹയർ ഗ്രൗണ്ട്, എന്താണ്, ഉയർന്ന പ്രദേശത്തേക്ക് മാറണം. ഡോണ്ട് അറ്റംപ്റ്റ് ടു വാക്ക്, സ്വിം ഓർ ഡ്രൈവ് ത്രൂ ഫ്ലഡ് വാട്ടേഴ്സ്. വെള്ളം പൊങ്ങി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് എന്നുള്ളതാണ് മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആ ജീവനും അതുപോലെ പരിസ്ഥിതിക്കും എൻവയോൺമെന്റിനും എന്താണ്, അതിന് സംരക്ഷണം നൽകാൻ കഴിയും. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം അല്ലേ. കൗണ്ട്ലെസ് ഓർഗാനിസംസ് ആർ ദർ ഓൺ ലാൻഡ് ആൻഡ് ഇൻ സീ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് to see them living in harmony with nature. Organisms find their food and habitat from the ecosystem. Ecosystems forms the base for life and its diversity. It is our duty to protect our ecosystems. എന്താ പറയുന്നത്? കരയിലും കടലിലും ഒരുപാട് ജീവികളുണ്ട് അല്ലേ. അവ എന്താണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിനോട് ഇണങ്ങി ജീവിക്കുന്നത് കാണുകയാണ്. എന്ത് ഭംഗിയാണല്ലേ. ജീവികൾ എന്താണ്, അവയുടെ ആഹാരം കണ്ടെത്തുന്നത് അവയുടെ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റത്തിൽ നിന്നാണ് അല്ലേ. ജീവന്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം എന്താണ്? എക്കോസിസ്റ്റമാണ്. ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. എന്താണ്, നമ്മൾ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. We should also participate in activities to protect the ecosystem. എന്താണ്, എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലേ, കുട്ടികൾ പിടിച്ചു നിൽക്കുന്നത്. എന്താണ്, നമുക്ക് വായിച്ചു നോക്കാം. അവർ എർത്ത്, അവർ ഫ്യൂച്ചർ, വി ourselves ആർ ദ പ്രൊട്ടക്ടേഴ്സ്, ലെറ്റ് us ഫോളോ ഗ്രീൻ പ്രോട്ടോകോൾ. എന്താണ്, നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകര്, നമുക്ക് എന്താണ്, ഹരിത ചട്ടങ്ങൾ പാലിക്കാം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? ലെറ്റസ് അസസ് അല്ലേ, വിലയിരുത്താം. അതിലെ ഫസ്റ്റ് വർക്ക് എന്താണ്? കണക്ട് ദ ഓർഗാനിസം വിത്ത് ദയർ ഹാബിറ്റാറ്റ്സ്. താഴെ ജീവികൾ തന്നിട്ടുണ്ട്, അവയുടെ ഹാബിറ്റാറ്റ് തന്നിട്ടുണ്ട്. അതെന്താണ്, കണക്ട് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? വെയിൽ, പെൻഗിൻ, സ്പോട്ടഡ് ഡിയർ, ക്യാമല്. വെയിൽ എവിടെയാണ്? ഓഷ്യനിലാണ് അല്ലേ. പെൻഗിൻ എവിടെയാണ്? പോളാർ റീജിയൻ. സ്പോട്ടഡ് ഡിയർ എന്താണ്? ഫോറസ്റ്റ്. ക്യാമൽ എവിടെയാണ്? ഡിസേർട്ടിലെ. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? വിസിറ്റ് ആൻ എക്കോസിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദി ഓർഗാനിസംസ് യു ഫൈൻഡ് ഔട്ട് ദെയർ ഇന്റർഡിപെൻഡൻസ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ പ്രദേശത്തെ ഒരു എക്കോസിസ്റ്റം അല്ലേ, എക്കോസിസ്റ്റം സന്ദർശിച്ചിട്ട് അവിടെ കാണുന്ന ജീവികളുടെ പേരെഴുതാനും അവയുടെ പരസ്പര ആശ്രയത്വം കണ്ടുപിടിക്കാനുമാണ് പറയുന്നത്. ഓക്കെ, ഇൻ തേർഡ് വർക്ക് എന്താണ്? റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലനം അല്ലേ. ആ ജീവികൾക്ക് അതിൻ്റെ ചുറ്റുപാടിൽ ഇണങ്ങി ജീവിക്കാനുള്ള അതിൻ്റെ ശാരീരിക സവിശേഷതകളാണ് എന്ത്? അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം അല്ലേ. ഇനി നോക്കൂ, ഇവിടെ ഫ്രോഗ്, ഫിഷ്, വാട്ടർ ലില്ലി ആൻഡ് ക്യാമൽ, അതുപോലെ കാറ്റസ് പ്ലാന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് വരയ്ക്കണം അല്ലേ. ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഗിൽസിൻ്റെ ചികിളപ്പൂക്കളുടെ സഹായത്തോടെ ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഫിഷ് ആണല്ലേ. ദ ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ്. ആരാണ്? വാട്ടർ ലില്ലി ആണല്ലേ. ബ്രീത്ത് ത്രൂ ദ സ്കിൻ. ആരാണ്? സ്കിന്നിലൂടെ ശ്വസനം നടത്തുന്നത്? ഫ്രോഗ് ആണ്. സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. തണ്ടുകളിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്നത് ആരാണ്? കാറ്റസ് പ്ലാന്റ് ആണ്. ഇനി
പോസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ദ സാൻഡ് എന്നാണ്. എന്താണ്? മണലിൽ താഴ്ന്നു പോവാത്ത പരന്ന പാദങ്ങളുള്ളത് ആർക്കാണ്? ക്യാമലിനാണ് അല്ലേ. ഇനി നോക്കൂ, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് അല്ലേ, തുടർ പ്രവർത്തനങ്ങളിലെ അതിൽ ഫസ്റ്റ് വർക്ക് എന്താണ്? കളക്ട് ദ ഡാറ്റ റിലേറ്റഡ് ടു വേസ്റ്റ് ഡിസ്പോസിബിൾ ഇൻ യുവർ ഹൗസ് ആൻഡ് ദ 5 നെയ്ബറിംഗ് ഹൗസസ് യൂസിംഗ് ദ ഫോളോയിങ് ഫോർമാറ്റ്. പ്രിപ്പയർ എ ഗ്രൂപ്പ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദ ക്ലാസ്. എന്താ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലെയും അതുപോലെ നിങ്ങളുടെ നൈബറിംഗ് ആയിട്ടുള്ള 5 ഹൗസസിൻ്റെയും എന്താണ് വേസ്റ്റ് ഡിസ്പോസിബിളിൻ്റെ റിപ്പോർട്ടാണ് തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത്. അതിനുള്ള ഡാറ്റ കളക്ഷൻ ഫോർമാറ്റാണ് താഴെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്? ഹൗസ് നമ്പർ, നെയിം, അതുപോലെ ഏതൊക്കെ സമയങ്ങളിലാണ് നിങ്ങൾ വിസിറ്റ് ചെയ്തത്, അതുപോലെ എന്താണ് ആ വീട്ടുടമയുടെ പേര് അല്ലേ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? എന്തിനെക്കുറിച്ചൊക്കെയാണ്? ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ടല്ലേ, ഏതൊക്കെയാണ്? ഓർഗാനിക്, പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് വാട്ടർ വേസ്റ്റ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള, അതായത് നിങ്ങളവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് അവരുടെ ഓർഗാനിക് വേസ്റ്റ്, ജൈവ മാലിന്യങ്ങൾ എങ്ങനെയാണ് അവർ എന്താണ് ഡിസ്പോസിബിൾ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തി അതിനെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും വേസ്റ്റ് വാട്ടർ അല്ലേ, അവിടെ ജലമാലിന്യങ്ങളും അവർ എങ്ങനെയാണ് ഡിസ്പോസിബിൾ ചെയ്യണത് എന്നുള്ളത് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, സെക്കൻഡ് വർക്ക് എന്താണ്? കളക്ട് പിക്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആൻഡ് പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം എന്നാണ്. കരയിലും അതുപോലെ ജലത്തിലും ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാവുന്ന, കണ്ട് മനസ്സിലാക്കാവുന്നതും നമ്മൾ ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ് കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെ EVSലെ എല്ലാ ക്ലാസ്സുകളും ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ.